Hi all, welcome back to High Grade Online Academy. I'm NASEERA JAFAR. I'm here to discuss Narayana Guru Open University first semester Environmental Studies Block 4, Unit 4, Concepts and Definition of Carbon Usage. You know guys, we have already studied about global warming. You know what are the main reasons behind global warming? One of the main reasons for global warming is the excess deposit of carbon dioxide in the universe. Have you ever thought that if we could store this carbon, then we could reduce the global warming? Here we have a method called carbon sequestration. Carbon sequestration means the long-term storage of carbon in plants, soils, geological formations, and the ocean. That means we know that carbon dioxide in അളവ് അന്തരീക്ഷത്തിൽ കൂടുമ്പോഴാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കുറയ്ക്കണം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ് കാർബൺ സീക്വസ്ട്രേഷൻ. സീക്വസ്ട്രേഷൻ മീൻസ് പിടിച്ച് വെക്കുക, സ്റ്റോർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? സീക്വസ്ട്രേഷൻ. അപ്പോൾ ഓർമ്മിക്കുക, കാർബൺ സീക്വസ്ട്രേഷൻ ഈസ് ദ ലോങ് ടേം സ്റ്റോറേജ് ഓഫ് കാർബൺ ഇൻ പ്ലാന്റ്സ്, സോയിൽസ്, ജിയോളജിക്കൽ formations and the ocean. And it is one method of reducing the amount of carbon dioxide in the atmosphere with the goal of reducing global climate change, and also aims at stabilizing the amount of greenhouse gas concentration in the atmosphere. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന് അന്തരീക്ഷത്തിൽ എന്ത് ചെയ്യുക? ആഗോളതാപനം കുറയ്ക്കുക എന്നുള്ളൊരു പ്രോസസ്സ്, എന്നൊരു ലക്ഷ്യം മുൻനിർത്തി പ്രകൃതിദത്തമായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡിനെ അന്തരീക്ഷത്തിലേക്ക് കടക്കാൻ പറ്റാത്ത വിധത്തിൽ സംഭരിക്കുന്ന പ്രക്രിയയാണെന്ത്? കാർബൺ സീക്വസ്ട്രേഷൻ. ഈ ഒരു സംഭരിക്കുന്ന പ്രക്രിയ നമുക്ക് സസ്യങ്ങൾ, അതുപോലെ മണ്ണ്, സമുദ്രം തുടങ്ങിയ പല മേഖലകളിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർബൺ സീക്വസ്ട്രേഷന് ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. എന്താണ്? Before discussing about advantages, we have to know this carbon sequestration is both a natural and artificial process by which carbon dioxide is removed from the earth atmosphere and then stored in liquid or solid form. And it is a process of capture, പിടിക്കുക, and deliberate, എന്നിട്ട് എന്താക്കുക? ഫ്രീ ആക്കി വിടുക, whether natural or artificial storage of carbon dioxide over a long period of time ആണ്. Okay, and other forms of carbon are also stored using the sequestration process. Now, advantages of carbon sequestration important ആണ്. എന്തൊക്കെയാണ് കാർബൺ സീക്വസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്? ഒന്നാമത്തെ എന്താ? ഇറ്റ് മേക്സ് അസ് പ്ലാന്റ് മോർ ട്രീസ് ആൻഡ് പ്രിസർവ് ഫോറസ്റ്റ് പ്രിസർവേഷന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എന്ത്? കാർബൺ സീക്വസ്ട്രേഷൻ. രണ്ടാമത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it helps reduce global warming. About 45% of carbon dioxide stays in the atmosphere and the rest is sequestered naturally by the environment. നോർമൽ പ്രോസസ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 45% കാർബൺ ഡയോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിൽക്കും. ബാക്കി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻവയോൺമെൻറ്റിലേക്ക് നാച്ചുറലി സീക്വസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പം ഇഫ് മോർ കാർബൺ ഡയോക്സൈഡ് ഈസ് പംപ്ഡ് ഇൻ ടു ദ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡയോക്സൈഡ് കൂടുതലായിട്ട് പമ്പ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഇറ്റ് ക്രിയേറ്റ്സ് എ ബ്ലാങ്കറ്റ് ലൈക്ക് എഫക്റ്റ്. അറ്റ്മോസ്ഫിയറിനെ കവർ ചെയ്യുന്ന ഒരു പുതപ്പ് പോലെ, ഒരു ബ്ലാങ്കറ്റ് പോലെ ഇത് മാറും. മോർ ഹീറ്റ് ഈസ് ട്രാപ്ഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് വിച്ച് റിസൾട്ട് ഇൻ ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ കൂടും, അപ്പം ആഗോളതാപനത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുണ്ട്. അപ്പം തേർഡ് പോയിന്റ് എന്താ? ഇറ്റ് റെഡ്യൂസസ് ഓഷ്യൻ അസിഡിഫിക്കേഷൻ. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം ഓഷ്യനിൽ അപ്പോൾ ഓൾമോസ്റ്റ് അറൗണ്ട് 30% of all carbon dioxide emitted from
ഫ്രം ബേണിംഗ് ഫ്യൂൾസ്. നമുക്കറിയാം പെട്രോളിയം ആയിക്കോട്ടെ, ഡീസൽ ആയിക്കോട്ടെ, കൽക്കരി ആയിക്കോട്ടെ, അല്ല നമ്മൾ ഉപയോഗിക്കുന്ന അടുപ്പ് ആയിക്കോട്ടെ. അപ്പം ഈ ബേണിംഗ് ഫ്യൂൾസ് നിന്ന് പുറത്ത് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരു 30% അപ്പർ ലെയർ ഓഫ് ദ ഓഷ്യനാണ് അബ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപ്പർ ലെയർ ഓഫ് ദ ഓഷ്യൻ ഇത്രയും, അതായത് മേലെയുള്ള സമുദ്രത്തിൻ്റെ ഉപരിതലമാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. അപ്പം ദിസ് റേസസ് ദ അസിഡിറ്റി ലെവൽ ഓഫ് ദ ഓഷ്യൻ വാട്ടേഴ്സ്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ സമുദ്രത്തിലെ ജലത്തിൻ്റെ അസിഡിറ്റി കൂടും. അപ്പോൾ നമുക്കറിയാം സമുദ്രത്തിൽ ഒരുപാട് ജീവികളുണ്ടല്ലോ. അപ്പോൾ ഈ മറൈൻ ക്രിയേച്ചേഴ്സിന് അവർക്ക് മറൈൻ ലൈഫിന് സർവൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അപ്പം കാർബൺ സീക്വസ്ട്രേഷൻ, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ നാച്ചുറലിയോ അല്ലെ ആർട്ടിഫിഷ്യലിയോ കുറേ കാലത്തേക്ക് സ്റ്റോറേജ് ചെയ്ത് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഇറ്റ് റെഡ്യൂസസ് ദ മറൈൻ ലൈഫ് ഡിസ്റ്റർബൻസ് ആൻഡ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ മറൈൻ ലൈഫിനെ പോലെ തന്നെ ഹ്യൂമൻ ലൈഫിന് ഡിസ്റ്റർബൻസ് ഒഴിവാക്കിയിട്ട്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ സീക്വസ്ട്രേഷൻ ഹെൽപ്പിംഗ് മിറ്റിഗേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ. മിറ്റിഗേറ്റ് മീൻസ് എന്താ, ലെസൺ ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് എമിഷന് കുറച്ച് കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ കാർബൺ സീക്വസ്ട്രേഷന് ഡിസഡ്വാൻറ്റേജസും വരുന്നുണ്ട്. അതിൽ മെയിനായിട്ടുള്ള 2 ഡിസഡ്വാൻറ്റേജസ് നമുക്ക് പഠിക്കാനുള്ള. ഒന്നാമത്തത് കാർബൺ ഡൈ ഓക്സൈഡ് മേ ബി സ്റ്റോർഡ് ഡീപ്പ് അണ്ടർഗ്രൗണ്ട്. നമ്മൾ ഈ സ്റ്റോർ ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ചിലപ്പോൾ നമ്മൾ ഡീപ്പായിട്ട് മണ്ണിനടിയിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം അറ്റ് ഡെപ്ത് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ആക്ട് ടു കീപ്പ് ഇറ്റ് ലിക്വിഡ്. ഭൂമിക്ക് അടിയിലുള്ള ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്ത് ചെയ്യും, ലിക്വിഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ലിക്വിഡ് സ്റ്റേറ്റിലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്താവാൻ സാധ്യതയുണ്ട്, അത് ഇതിപ്പോൾ റിസർവിയർ, നമ്മളിപ്പോൾ ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റോർ ചെയ്യുന്ന ഡിസൈൻ ചെയ്ത റിസർവിയറിന് എന്തെങ്കിലും ഫാൾട്ടോ അതേപോലെ പാറകളുടെ സാന്നിധ്യം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും അതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസിന് ഇവരെന്ത് ചെയ്യാം, ഓഷ്യനിലേക്കോ അറ്റ്മോസ്ഫിയറിലേക്കോ ഈ ഒരു ലിക്വിഡ് ഫോമിലുള്ളത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ യൂസ് ഓഫ് ദ ടെക്നോളജി വുഡ് ആഡ് 1 to 5 cents ഓഫ് കോസ്റ്റ് പെർ kWh അക്കോർഡിംഗ് ടു എൻ എസ്റ്റിമേറ്റ് മെയ്ഡ് ബൈ ദ പാനൽസ് അബൌട്ട് ക്ലൈമാറ്റിക് ചേഞ്ച്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പം ശരിക്കും ഫിനാൻഷ്യൽ കോസ്റ്റ് നല്ല രീതിയിൽ കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് കാർബൺ സീക്വസ്ട്രേഷൻ. There are 4 main types of carbon sequestration. First one is biological carbon sequestration. Biological means it is a storage of carbon dioxide in vegetations such as grassland or forest, as well as in soils and ocean. Second one is geological carbon sequestration. Geological carbon sequestration is the process of storing carbon dioxide in underground geologic formations or rocks. ഓക്കെ, അതായത് നമ്മളെന്താണ് അണ്ടർഗ്രൗണ്ടിൽ പാറകൾക്കിടയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സോഴ്സിൽ ചിലപ്പോൾ വലിയ സ്റ്റീൽ ഓർ സിമെൻറ്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ വലിയ സോഴ്സുകളിലൊക്കെ പവർ പ്ലാന്റിലൊക്കെ എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് ജിയോളജിക്കൽ കാർബൺ സീക്വസ്റ്റ് എന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് ജിയോളജിക്കൽ ഫോർമേഷൻ, which means the process of storing carbon dioxide in underground geological formations or rocks. In this process, carbon dioxide is captured from an industrial sources, or we can say that energy related source like that, power plant, or sometimes the carbon dioxide is injected into the pores of the rocks for long-term സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ പവർ പ്ലാന്റിലോ അതേപോലെ തന്നെ സുഷിരങ്ങളുള്ള റോക്സിലോ മറ്റേ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്റ്റോർ ചെയ്യുന്നതിനാണ് എന്ത് പറയാം, അതായത് ഭൂമിക്കടിയിൽ ജിയോളജിക്കൽ കാർബൺ സിക്വസ്ട്രേഷൻ. തേർഡ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ കാർബൺ സിക്വസ്ട്രേഷൻ. In this process, ഒരു പവർ പ്ലാന്റിൽ they capture carbon in 3 ways from a power plant. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പവർ പ്ലാന്റിൽ ഒന്നാമത്തത് പ്രീ കമ്പോസിഷൻ ആണ്, സെക്കൻഡ് വൺ പോസ്റ്റ് കമ്പോസിഷൻ ഉണ്ട്, തേർഡ് വൺ ഈസ് ഓക്സി ഫ്യൂൽ. പ്രീ കമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം മുമ്പാണ്, ബിഫോറാണ്. In this process, carbon is captured in power plant before the fuel is burned. ഈ ഫ്യൂവൽ ബേൺ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, കാർബണിനെ പിടിച്ചു വെക്കുക ചെയ്യുന്നത്. ഇനി പോസ്റ്റ് കമ്പോസിഷൻ മീൻസ് കാർബൺ ഈസ് റിമൂവ്ഡ് ഫ്രം എ പവർ സ്റ്റേഷൻസ് ഔട്ട്പുട്ട് ആഫ്റ്റർ ദ ഫ്യൂവൽ ഹാസ് ബീൻ ബേൺഡ്. ഈ ഫ്യൂവൽ ബേൺ ചെയ്തതിന് ശേഷം കാർബൺ ഡൈ ഓക്സൈഡിനെ
മാറ്റി വെക്കുന്നതിനാണ് പോസ്റ്റ് കമ്പോസിഷൻ എന്ന് പറയുക. നെക്സ്റ്റ് വൺ ഈസ് ഓക്സി ഫ്യൂവൽ ഓർ ഓക്സി കമ്പോസിഷൻ. The point is to burn fuel in more oxygen and store all the gases produced as a result. അപ്പോൾ in oxy composition എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they are burning fuel in more oxygen content and store all the gases produced as a result. And the fourth type is technological carbon sequestration. In this process, they use various technologies to capture carbon dioxide. That means first one is graphene production. Technology is being used to produce graphene from carbon dioxide as its raw material. We know that graphene is a technological material used to create screens for smartphones and other technological devices. നമുക്ക് എന്താണ് ടെക്നോളജിക്കൽ ഡിവൈസ് ഉണ്ടാക്കാൻ, അതേപോലെ സ്മാർട്ട് ഫോണൊക്കെ സ്ക്രീനൊക്കെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയലായ ഗ്രഫീൻ എന്ത് ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് നിർമ്മിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, ടെക്നോളജിക്കൽ കാർബൺ സിക്വസ്റ്റേഷൻ. അതുപോലെ തന്നെ പിന്നെ എന്താണ് ഡയറക്റ്റ് എയർ ക്യാപ്ചർ ഉണ്ട്, DAC. ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ക്യാൻ ബി ക്യാപ്ചേർഡ് ഡയറക്ട്ലി ഫ്രം ദ എയർ യൂസിങ് അഡ്വാൻസ്ഡ് ടെക്നോളജി പ്ലാന്റ്സ് ആണ്. ഓക്കെ, it is, but this process somewhat it is little bit expensive, കുറച്ച് കോസ്റ്റ്ലി ആണ്. ആൻഡ് തേർഡ് വൺ ഈസ് എൻജിനീയർഡ് മോളിക്യൂൾസ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സയൻറ്റിസ്റ്റ് ആർ എൻജിനീയറിംഗ് മോളിക്യൂൾസ് ദാറ്റ് ക്യാൻ ചേഞ്ച് ഷേപ്പ് ബൈ ക്രിയേറ്റിംഗ് ന്യൂ കൈൻഡ് ഓഫ് കോമ്പൗണ്ട്സ് capable of singling out and capturing carbon dioxide from the air. അതായത് എയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്ലാന്റ്സ് എന്ത് ചെയ്യുക, സയൻറ്റിസ്റ്റുകൾ അതായത് എൻജിനീയേഴ്സ് മോളിക്യൂൾ എന്നുള്ള രൂപത്തിൽ നിർമ്മിക്കുന്നതാണ് അടുത്തത്. ഓക്കെ, കാർബൺ ഫുട് പ്രിൻറ്റ്. Carbon footprint is the amount of greenhouse gases, primarily carbon dioxide, released into the atmosphere by a particular human activity. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ പ്രവർത്തനത്തിലൂടെ അന്തരീക്ഷത്തിലേക്ക് പുറപ്പെടുന്ന ഹരിതഗ്രഹവാതകങ്ങളുടെ അളവാണെന്ത്, കാർബൺ ഫുട് പ്രിൻ്റ്. അതായത് ഫുട് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, കാൽപ്പാട് അല്ലേ, കാർബൺ കാൽപ്പാട് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർബൺ ഫുട് പ്രിൻ്റ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം വരുന്നതാണ്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ ഇത് റെഡ്യൂസ് ചെയ്യാമെന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യണം. എന്താണ്, ഡ്രൈവിങ് മോർ എഫിഷ്യൻറ്റ് വെഹിക്കിൾസ് അല്ല, നമ്മൾ എന്താണ് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെന്താണ് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, അതേപോലെ തന്നെ എന്താണ് ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അത് നിരത്തിലേക്ക് ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ അങ്ങനത്തെ നിയമങ്ങളൊക്കെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാർബണിൻ്റെ അളവ്, അന്തരീക്ഷത്തിൽ കാർബണിൻ്റെ അളവ്, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അളവ് കുറക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയ തന്നെയാണ്. പിന്നെ അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട അടുത്ത പോയിന്റ് ടേക്കിംഗ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിൽ ആളുകൾ പൊതുഗതാഗതം കൂടുതലായിട്ട് ഉപയോഗിക്കുക. യൂസിങ് എനർജി എഫിഷ്യൻ്റ് അപ്ലയൻസസ് അല്ലേ, നമ്മളെന്താണ് എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള അപ്ലയൻസസ് ഉപയോഗിക്കുക. കൂടുതൽ പഴകിയതായിട്ടുള്ള ഇലക്ട്രോണിക്സ് സാധനങ്ങളും മറ്റും നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഇൻസുലേറ്റിംഗ് യുവർ ഹോം ടു റെഡ്യൂസ് ഹീറ്റിംഗ് ആൻഡ് എയർ കണ്ടീഷനിങ് കോസ്റ്റ്, നമ്മളെ വീടുകൾ ഇൻസുലേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കുറച്ച് കൂടുതൽ ഫാറ്റ് കൺസ്യൂമുള്ള അല്ലേ, ലെസ് മീറ്റ് കഴിക്കുക അല്ലേ, വിച്ച് ഹാസ് എ ഹയർ കാർബൺ ഫുട് പ്രിൻറ്റ് ദാൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മളെ ഫുഡിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക, മാംസാഹാരങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക. അതുപോലെ തന്നെ പർച്ചേസ് ഐറ്റംസ് വിത്ത് എ കമ്പാരിറ്റീവ്ലി ലോ കാർബൺ ഫുട് പ്രിൻറ്റ് അല്ലെ, കാർബൺ മലിനീകരണം കുറവുള്ള വസ്തുക്കൾ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടത്. കാർബൺ ക്രെഡിറ്റ് ആൻഡ് കാർബൺ ട്രേഡിങ്. കാർബൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യാനുള്ള അതായത് ഒരു ഉടമക്ക് എത്ര ടണ്ണ് കാർബൺ ഡൈ ഓക്സൈഡാണ് യൂസ് ചെയ്യാൻ പുറത്ത് വിടാൻ, ഒരു കമ്പനീൻ്റെ ഓണർക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരാൾക്ക് എത്ര അളവ് കാർബൺ ഡൈ ഓക്സൈഡാണ് പുറന്തള്ളാനുള്ള പെർമിറ്റ്, ആ ഒരു പെർമിറ്റിന് പറയുന്ന പേരാണെന്ത്, കാർബൺ ക്രെഡിറ്റ്. ഓക്കെ, എ കാർബൺ ക്രെഡിറ്റ് ഈസ് എ ട്രേഡബിൾ പെർമിറ്റ് ഓർ സർട്ടിഫിക്കറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ദ ഹോൾഡർ ഓഫ് ദ ക്രെഡിറ്റ് ദ റൈറ്റ് ടു എമിറ്റ് 1 ton ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, 1 ton കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യാനുള്ള ഒരു പെർമിറ്റാണ് എന്ത്, കാർബൺ ക്രെഡിറ്റ്. ഓക്കെ,
അതായത് 1 ടൺ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ മറ്റൊരു ഗ്രീൻ ഹൗസ് ഗ്യാസിന് തുല്യമായിട്ടുള്ള പുറന്തള്ളാനുള്ള അവകാശം ഉടമയ്ക്ക് നൽകുന്നതാണെന്ത് കാർബൺ ക്രെഡിറ്റ്. അതേപോലെ തന്നെ നമുക്കറിയാം കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത് അറിയാം. ഒരു നിശ്ചിത അളവിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാൻ ഒരു കമ്പനിയോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനത്തെ അനുവദിക്കുന്ന ഈ ക്രെഡിറ്റുകളില്ലേ, ഈ ക്രെഡിറ്റുകൾ വാങ്ങാനും വിൽക്കുന്നതിനുമാണ് കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത്. എന്താ കാർബൺ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്രെഡിറ്റ് വിൽക്കാനും വാങ്ങാനും പറ്റുന്നൊരു സിസ്റ്റത്തിനാണ് നമ്മൾ കാർബൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് once again I will read what is carbon credit. Carbon trade is the buying and selling of credit that permit a company or other entity to emit a certain amount of carbon dioxide. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് എൻവിയോൺമെൻറ്റൽ എക്കണോമിക്സ്. എൻവിയോൺമെൻറ്റൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി വിഭവങ്ങൾ കൂടുതൽ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ഒരു ബ്രാഞ്ചാണ് എൻവിയോൺമെൻറ്റൽ എക്കണോമിക്സ്. നോക്കുക, എൻവിയോൺമെൻറ്റൽ എക്കണോമിക്സ് ഈസ് എ സബ് ഡിസിപ്ലിൻ ഓഫ് എക്കണോമിക്സ് ദാറ്റ് അപ്ലൈസ് ദ വാല്യൂസ് ആൻഡ് ടൂൾസ് ഓഫ് മെയിൻ സ്ട്രീം മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് ടു അലോക്കേറ്റ് എൻവിയോൺമെൻറ്റൽ റിസോഴ്സസ് മോർ എഫിഷ്യൻ്റ്ലി. ശ്രദ്ധിക്കേണ്ട കാര്യം, എൻവിയോൺമെൻറ്റൽ റിസോഴ്സസ് മോർ എഫിഷ്യൻ്റ്ലി നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ് ആണ് എൻവിയോൺമെൻറ്റൽ എക്കണോമിക്സ്. ഓക്കെ, and the next one is green economy or green economics. Green economics means it is a methodology of economics that supports the harmonious interaction between humans and nature and attempts to meet the needs of both simultaneously. അതായത് പ്രകൃതിയുടെയും പാരിസ്ഥിതിക സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയും അതുപോലെ ഭൂമിയിലുള്ള ആളുകൾ ഭൂമിയിലുള്ള ബാക്കി വസ്തുക്കളും ജീവജാലങ്ങളായിക്കോട്ടെ, ബാക്കി നാച്ചുറൽ റിസോഴ്സസ് ആയിക്കോട്ടെ, അപ്പം ഇവർ തമ്മിലുള്ള ഒരു ഹാർമോണിയസ് ഇൻട്രാക്ഷൻ ആണ്. ആ ഒരു ഹാർമോണിയസ് ഇൻട്രാക്ഷൻ എപ്പോഴും ഭൂമിക്കും അല്ലെങ്കിൽ നേച്ചറിനും ഹ്യൂമനും അവരുടെ ആവശ്യങ്ങൾ നിറവേറാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൈകാര്യം ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഗ്രീൻ എക്കണോമി. നെക്സ്റ്റ് വൺ സർക്കുലർ എക്കണോമി. സർക്കുലർ എക്കണോമി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മോഡൽ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസപ്ഷൻ വിച്ച് ഇൻവോൾവ്സ് ഷെയറിംഗ്, ലീസിംഗ്, റീയൂസിംഗ്, റിപ്പയറിംഗ്, റീഫർബിഷിംഗ് ആൻഡ് റീസൈക്ലിംഗ് എക്സിസ്റ്റിംഗ് മെറ്റീരിയൽസ് ആൻഡ് പ്രോഡക്ട്സ് ആസ് ലോങ് ആസ് പോസിബിൾ. സർക്കുലർ എക്കണോമി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, മെറ്റീരിയൽസ്, അതുപോലെ പ്രോഡക്ട്സ്, അത് സർക്കുലർ മോഷനിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷന്, കമ്പോസിഷൻ, എന്തൊക്കെ ഷെയറിങ്, ലീസിങ്, റീയൂസിങ്, റിപ്പയറിങ്, റീഫർബിഷിങ് ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്, പുനരുപയോഗം നടത്തുക, റീസൈക്ലിംഗ് എന്ന പ്രോസസ്സിലൂടെ ചെയ്യുന്നതിനാണ് സർക്കുലർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് EIA, എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. EIA is a tool used to identify the environmental, social and economical impact of a project prior to ഡെസിഷൻ മേക്കിംഗ്. EIA എന്ന് പറയുന്നൊരു ടൂളാണ് ഒരു എൻവിയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ ഇമ്പാക്റ്റ് ഓഫ് എ പ്രോജക്റ്റ് അത് നോക്കുന്നൊരു ടൂളാണ് EIA. അപ്പോൾ EIAയിൽ നടക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ബേസ് ലൈൻ സ്റ്റഡി, ഇമ്പാക്റ്റ് പ്രഡിക്ഷൻ, ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, മിറ്റിഗേഷൻ. മിറ്റിഗേഷൻ മീൻസ് എന്താ, കുറയ്ക്കുക, ലെസൺ ചെയ്യുന്നതിനാണ് മിറ്റിഗേഷൻ എന്ന് പറയാം. പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻവിയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് EIS റിവ്യൂ. അപ്പം മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. താങ്ക് യു ഫോർ വാച്ചിങ്.